ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആമസോണിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. ആമസോൺ ഇപ്പോൾ 2 പൊസിഷനുകളിലായിട്ട് ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ 2 പൊസിഷനുകളിലും അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് ഒരുപാട് പേര് എൻ്റെ ഈ ചാനലിൽ പല വീഡിയോസിലും കമൻസ് ത്രൂ ചോദിച്ച ഒരു കാര്യമാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല ജോബ്സ് ഉണ്ടോ എന്ന്. ഇതുപോലുള്ള വേക്കൻസീസ് നല്ല നല്ല കമ്പനികളിലെ വേക്കൻസീസ് വരാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് തുടർച്ചയായിട്ട് എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം വേക്കൻസീസ് ഇടാൻ സാധിക്കാത്തത്. നല്ല നല്ല കമ്പനീസിൽ ഏറ്റവും നല്ല വേക്കൻസീസ് ലഭിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഈ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിലവിൽ അതുപോലുള്ള വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ആമസോൺ ആണ് ഈ ഒരു വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 പൊസിഷനുകളിലായിട്ടാണ് അവർ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് IT സ്കിൽസോ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ നിർബന്ധം പറയുന്നില്ല. ഈവൻ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അതേപോലെ ഇതിനു വേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആത്മാർത്ഥമായിട്ട് ഒരു വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവായി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പൊസിഷന്റെ വേക്കൻസിയിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള പൊസിഷൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റ്. ഞാൻ പറഞ്ഞു 2 പൊസിഷനുകളിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റും ഉണ്ട്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഈ 2 പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളത്. നിങ്ങൾക്ക് കാണാം ഇതൊരു വെർച്വൽ ജോബാണ്, അതായത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ അവസരമാണ്. ഈ ഒരു പൊസിഷനിൽ L2 അസോസിയേറ്റ് എന്നൊരു പേരിലാണ് നിങ്ങൾക്ക് ഇതിൽ നിയമനം ലഭിക്കുന്നത്. ബേസിക്കലി നിങ്ങളുടെ ജോബ് റോള് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി പാർട്ട്ണർ ഇഷ്യൂസ്, അതേപോലെ കസ്റ്റമേഴ്സ് ആ ഒരു ഇഷ്യൂസ്, അതായത് ഡെലിവറി പാർട്ട്ണറും കസ്റ്റമറും തമ്മിലുള്ള എന്തെങ്കിലും ഡെലിവറി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യുക, അത് എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുക, അതിൻ്റെ കൺസേൺസ് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു ജോബ് റോള് വരുന്നത്. അതായത് ഈ ഒരു ഡെലിവറി പാർട്ട്നേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ജോലിയിൽ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ് എന്നവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ക്ലിയർ ആൻഡ് പ്രൊഫഷണൽ മാനർ അറ്റ് ഓൾ ടൈംസ്. പ്രൊവൈഡ് പ്രോംപ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സർവീസ് ടു ആമസോൺ കസ്റ്റമേഴ്സ് ഓർ ഡെലിവറി പാർട്ട്നേഴ്സ്. ആമസോണിൻ്റെ കസ്റ്റമേഴ്സ്, അതായത് നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് ആ ഒരു പ്രോപ്പർ ടൈമിൽ നമുക്ക് ലഭിച്ചിട്ടില്ല, അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി എന്താണ് ഡിലേ മുതലായ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ആമസോണിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ആമസോണിൻ്റെ ഒരു കസ്റ്റമർ കെയറിൽ നിന്നാണ് നമുക്കതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. സോ അതുപോലുള്ള ആ ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് നൽകുന്ന ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഡെലിവറി പാർട്ട്നേഴ്സിനും നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ആമസോൺ കസ്റ്റമേഴ്സും കൊടുക്കേണ്ടി വരും. ബേസിക്കലി ഒരു ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ജോലിയായിരിക്കും നിങ്ങൾക്കിതിൽ ഉണ്ടാവുക. അതേപോലെ എഫക്റ്റീവ്ലി മാനേജ് സെൻസിറ്റീവ് കേസസ് ബൈ റിപ്പോർട്ടിംഗ് അപ്പ് ദ എസ്കലേഷൻ മെട്രിക്സ്, ഡെമോൺസ്ട്രേറ്റ് എക്സലന്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ്, മെയിൻറ്റെയിൻ ഓർ എക്സിറ്റ് ടാർഗറ്റഡ് പെർഫോമൻസ്. ബാക്കിയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. അതേപോലെ ഇതിന് വേണ്ട യോഗ്യതകൾ അവരെന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഗ്രാജുവേഷൻ ഇൻ എനി സ്പെഷ്യലൈസേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു അപ്രൂവ്ഡ് വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി, അത് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ IT മേഖലയിൽ നിന്ന് വേണം എന്നൊന്നും അവർ നിർബന്ധം പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക്, അതായത് UGC അപ്രൂവ്ഡ് ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാരണം ഈ ഒരു പാർട്ട്നേഴ്സ് ആയാലും ശരി, അതേപോലെ ഈ ആമസോണിൻ്റെ കസ്റ്റമേഴ്സ് ആയാലും ശരി, കോമൺലി നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. സോ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ്ലി ആൻഡ് ക്ലിയർലി വിത്ത് ഓൾ കസ്റ്റമേഴ്സ്. വീണ്ടും ആ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഫോളോ കസ്റ്റമർ ഇഷ്യൂസ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. അതായത് കസ്റ്റമറുമായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. സോ ആ മികച്ച കസ്റ്റമർ സർവീസ്
സർവീസ് നൽകാൻ നിങ്ങൾ യോഗ്യരായിരിക്കണം. മീൻസ് ഓവർ ഫ്രസ്ട്രേറ്റഡ് കാര്യങ്ങളൊന്നും ആവരുത്. ആ ഒരു കമ്പനി തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് യൂസ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ മികച്ച കസ്റ്റമർ സർവീസ് ആമസോണിൻ്റെ കസ്റ്റമേഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ജോലി വരുന്നത്. അതേപോലെ ഫെമിലാരിറ്റി വിത്ത് വിൻഡോസ് XP, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് വേർഡ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും, ആ ഒരു ബേസിക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു നോളേജ് വേണമെന്നാണ് അവർ പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിൽ പറയുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ജോലിനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ളത്. അതേപോലെ ഇമെയിൽ ആപ്ലിക്കേഷൻസ്, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ മുതലായ ഒരു ബേസിക് നോളേജ് കാര്യങ്ങളൊക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലോജിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സമാന മേഖലയിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രിഫറൻസ് അവർ നൽകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമാണെന്ന് പറയുന്നില്ല, അതൊരു പ്രിഫറൻസ്, ആ ഒരു മേഖലയിൽ നിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രിഫറൻസ് നൽകും എന്നാണ് അവർ പറയുന്നത്. സോ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾ ഈ ഒരു വെബ് പേജിലാണ് എത്തുക. ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ് ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് അടുത്ത വേക്കൻസിയും കൂടി ഒന്ന് കവർ ചെയ്യാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസിയാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അവർ മെയിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ആമസോൺ നെവർ ആസ്ക് ഫോർ ഫീസ് ഓർ ഡെപ്പോസിറ്റ്സ് ഇൻ എനി ഫോം ഡ്യൂറിങ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അതായത് ആമസോണിന്റെ ഒരു നേരിട്ടുള്ള നിയമനമാണ് ഇതിൽ നടക്കുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സൊക്കെ അവരുടെ ഡയറക്റ്റ് ടീമായിരിക്കും. മറ്റ് ഏജൻസീസിനെ കാര്യങ്ങളോ ഒന്നും അവർ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഏൽപ്പിച്ചിട്ടില്ല. സോ ഇതിനായിട്ട് നിങ്ങൾ മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇത് എൻറ്റയർലി ഫ്രീ ഓഫ് കോസ്റ്റ്, എൻറ്റയർലി ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. സോ ഇതിനായിട്ട് ആരെങ്കിലും ഒക്കെ മറ്റ് ഏജൻസീസ് ഒക്കെ നിങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും പൈസ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദയവായി കൊടുക്കരുത്. കാരണം ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റും ഞാൻ പറഞ്ഞു ഇതൊരു വർക്ക് ഫ്രം ഹോം അവസരമാണ്. അവർ ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു വെബ് പേജിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വെർച്വൽ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ ഈ ഒരു പോസ്റ്റിന്, അതായത് ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റിന് അവർ പറയുന്നുണ്ട് ഇതൊരു ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലായിരിക്കും. ആമസോണിന്റെ ഡയറക്റ്റ് പേറോൾ ആയിരിക്കും, ബട്ട് ഒരു ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമായിരിക്കും എന്ന് അവർ ഈ ഒരു പൊസിഷന് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അതായത് കസ്റ്റമേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ബയേഴ്സ്, ബ്രാൻഡ്സ്, വെണ്ടേഴ്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെല്ലേഴ്സ് എന്നൊക്കെ വെച്ചാൽ ആമസോണിൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ അതായത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ജോലിയായിരിക്കും ബേസിക്കലി ഇതിൽ വരുന്നത്. അവരുടെ ട്രാൻസാക്ഷൻസിൽ അല്ലെങ്കിൽ കസ്റ്റമർ പേയ്മെന്റ്സിലെ ട്രാൻസാക്ഷൻസിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് എനിക്കിതിൽ പറഞ്ഞു തരാനുള്ള ഒരു ജോലി അതാണ്. കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. റിസർച്ചസ് ആൻഡ് ഇവാലുവേറ്റ് ഫാക്ട്സ് സറൗണ്ടിങ് സെല്ലർ ട്രാൻസാക്ഷൻസിലുള്ള ഫാക്ട്സ് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിലെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക മുതലായതാണ് വരുന്നത്. ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഓൺ ഇൻവെസ്റ്റിഗേറ്റഡ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്. ആ അവരുടെ SOP അനുസരിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക മുതലായതൊക്കെയാണ് നിങ്ങളുടെ, അതായത് ആ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു സെല്ലർ ട്രാൻസാക്ഷൻസിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ജോലി വരുന്നത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് 0 to 5 years, അതായത് ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മേഖലയിൽ ഒന്നും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അവർ പറയുന്നുണ്ട്. എബിലിറ്റി ടു ഹാൻഡിൽ ആൻഡ് ഇന്റർപ്രറ്റ് ലാർജ് സെറ്റ്സ് ഓഫ് ഡാറ്റ, അതുപോലെ ഡെമോൺസ്ട്രേറ്റഡ് എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ഇൻ എ വെരി ഡൈനാമിക് എൻവിറോൺമെന്റ് കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതേപോലെ 5 days വർക്കിംഗ് ആയിരിക്കും. ആഴ്ചയിൽ 2 വീക്ക് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2 പോസ്റ്റിനെ പറ്റിയും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ ഈ ഒരു വെബ് പേജിലാണ് എത്തുക. 2 പോസ്റ്റിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ 2 ലിങ്കിലും കയറി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. ആമസോണിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ
നിങ്ങൾ ഈ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് എത്തുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ആൻ ആമസോൺ ഡോട്ട് ജോബ്സ്, അതായത് ആമസോണിൽ ജോലി ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ക്രിയേറ്റ് ആൻ ആമസോൺ ഡോട്ട് ജോബ്സ് അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ നല്ലൊരു അവസരമാണ്. ആമസോണിൻ്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് രണ്ടും നടക്കുന്നത്. ഒരുപാട് വേക്കൻസീസ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ റെപ്രസെൻറ്റേറ്റീവ് പോസ്റ്റിൽ വരാനും സാധ്യതയുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം വേക്കൻസീസ് ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.